السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ മാസം നമ്മോട് വളരെ അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമളാനിൻ്റെ ഏതാനും ചില വിധിവിലക്കുകൾ പരസ്പരം മനസ്സിലാക്കുക, ഓർമ്മ പുതുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ശ്രേഷ്ഠതകളും അതിനുവേണ്ടി ഒരുങ്ങേണ്ട മുന്നൊരുക്കങ്ങളും എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നായിട്ടാണ് റമളാനിലെ നോമ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർക്കപ്പെട്ടത് 5 കാര്യങ്ങൾക്ക് മീതെയാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വ ഹജ്ജിൽ ബൈത്തി വ സൗമി റമളാൻ. ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്താണ്. അതിനുശേഷം 5 നേരത്തെ നിസ്കാരങ്ങൾ, അതിനുശേഷം സകാത്ത്, പിന്നെ റമളാനിലെ നോമ്പ്, പിന്നെ ഹജ്ജ്. ഇങ്ങനെ 5 കാര്യങ്ങൾ ഇസ്ലാം ദീനിൻ്റെ 5 സ്തംഭങ്ങളാണ്, 5 തൂണുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ പരിശുദ്ധ റമളാനിലെ നോമ്പ് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അതല്ലെങ്കിൽ അതിൽ ഒരാൾ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ, അതല്ലെങ്കിൽ ഇമാമിങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായമുണ്ട്. ആരെങ്കിലും റമളാനിലെ നോമ്പിനെ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകും എന്നുള്ളതാണ്. റമളാനിലെ നോമ്പ് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
ഹിജ്റ 2-ാം വർഷമാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഹിജ്റ 2-ാം വർഷം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 വർഷക്കാലം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. 9 നോമ്പുകൾ അവിടുന്ന് ജീവിതത്തിൽ 9 വർഷത്തെ നോമ്പുകൾ നോറ്റിട്ടുണ്ട്. പരിശുദ്ധ റമദാനിലെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയതിൻ്റെ പിന്നിൽ അനേകം അള്ളാഹുവിൻ്റെ യുക്തിയുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതും നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് യുക്തിപൂർണമായ കാര്യങ്ങൾ നോമ്പിൻ്റെ വിഷയത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച, അവനിലേക്ക് അടുപ്പിക്കുന്ന, നമുക്ക് അല്ലാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താണ് പരിശുദ്ധ റമദാനിലെ നോമ്പ് എന്നുള്ളത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ വേണ്ടിയാണ്. നോമ്പ് കൊണ്ട് അല്ലാഹു തആല നമ്മിൽ നിന്നും തഖ്വയാണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്, റമദാൻ കഴിഞ്ഞ് ഒരാൾ ശവ്വാലിലേക്ക് പ്രവേശിക്കുമ്പോൾ തഖ്വ പാലിക്കുന്ന ഒരാളായി മാറേണ്ടതുണ്ട്. അല്ലാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അതുപോലെ സഹോദരങ്ങളെ, നോമ്പുകൊണ്ട്, നോമ്പിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതാണ് നമ്മുടെ മനസ്സും നമ്മുടെ നാവും നമ്മുടെ ശരീരവുമെല്ലാം നന്നാവും. അള്ളാഹുവിനുള്ള ദിക്ർ കൊണ്ട്, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകും. നമ്മുടെ ദിനചര്യകൾ മാറി മറിയും. എന്തെന്നാൽ സാധാരണ നമ്മൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേൽക്കും അത്താഴത്തിന്. ആ സമയത്ത് ദിക്റുകൾ, ദുആകൾ, അതിനുശേഷം കൃത്യമായി ജമാഅത്ത് നിസ്കാരം, ഖുർആൻ പാരായണം, ഇങ്ങനെ റമദാനോടുകൂടി, നോമ്പോടുകൂടി നമ്മുടെ ജീവിതം മാറി മറിയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുപോലെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ആരോഗ്യപരമായി ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇതെല്ലാം നോമ്പ് കൊണ്ട്, റമദാൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന അതിലെ യുക്തികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയിച്ചു തന്ന ചില യുക്തിയാണ് ഈ പറഞ്ഞത്. അതല്ലാത്തത്, അല്ലാഹു നമുക്കറിയിച്ചു തരാത്തതും നമ്മൾ അറിയാത്തതുമായ ഒരുപാട് യുക്തിപൂർണമായ കാര്യങ്ങൾ നോമ്പ് കൊണ്ടുണ്ടായേക്കാം. സഹോദരങ്ങളെ, റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് എന്താണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അസ്സൗം എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്ക് എന്നാണ് അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം, അഥവാ പിടിച്ചു വെക്കുക. ശറഇൽ അസ്സൗം എന്ന് പറഞ്ഞാൽ, അസിയാം എന്ന് പറഞ്ഞാൽ ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ പ്രത്യേക നിയ്യത്തോടുകൂടി അല്ലാഹു ഹറാമാക്കിയ, നോമ്പ് ഫസാദായി പോകുമെന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ ഉപേക്ഷിക്കുക, അതിൽ നിന്ന് തൻ്റെ ശരീരത്തെയും മനസ്സിനെയും പിടിച്ചു വെക്കുക. ഇതാണ് നോമ്പിൻ്റെ നിർവചനം. ചുരുക്കി പറഞ്ഞാൽ, നോമ്പ് നിർബന്ധമാകാൻ ചില നിബന്ധനകളുണ്ട്. നോമ്പ് നിർബന്ധമാകാൻ ചില നിബന്ധനകളുണ്ട്. അതിൽ ഒന്നാമത്തേത് മുസ്ലിമായിരിക്കണം. മുസ്ലിമായ ഒരു മനുഷ്യൻ നോമ്പ് നോറ്റാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. മുസ്ലിം അല്ലാത്ത ഒരാൾ നോമ്പെടുത്താൽ അയാളുടെ നോമ്പ് ശരിയാവുകയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന എല്ലാവർക്കും ബാധകമാണ്, എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. പക്ഷേ ഒരാളുടെ ഇബാദത്താവണമെങ്കിൽ ഇസ്ലാം ഉണ്ടായിരിക്കണം, മുസ്ലിം ആയിരിക്കണം. മുസ്ലിം അല്ലാത്ത ഒരാൾ എത്ര കണ്ട് ഇബാദത്ത് ചെയ്താലും, സൽക്കർമ്മങ്ങൾ ചെയ്താലും അതൊന്നും ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല. അപ്പം മുസ്ലിമായ
ഒരാൾക്കാണ് നോമ്പ് നിർബന്ധമാവുക. അതുപോലെ തന്നെ ബുലൂഗെത്തണം, പ്രായപൂർത്തിയെത്തിയ ആൾക്ക് നോമ്പ് നിർബന്ധമാണ്. പ്രായപൂർത്തി എന്നത് പല രൂപത്തിൽ പണ്ഡിതന്മാർ അതിനെ വിവക്ഷിച്ചിട്ടുണ്ട്. അഥവാ പുരുഷനായ ഒരാൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മനി പുറപ്പെടും, അതുപോലെ തന്നെ ഗുഹ്യഭാഗത്ത് രോമം മുളക്കും, അതുപോലെ തന്നെ 15 വയസ്സ് പൂർത്തിയാവുക. ഇനി പെൺകുട്ടികളാണെങ്കിൽ എപ്പോഴാണോ ആർത്തവം ഉണ്ടാവുന്നത് അതോടുകൂടി അവർ പ്രായപൂർത്തിയിലെത്തി. ഇങ്ങനെ പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിർബന്ധമാണ്. അതുപോലെ തന്നെ അൽ ആഖിൽ, അഖൽ ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധി മറഞ്ഞുപോയ, ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉത്തരവാദിത്തം, തക്ലീഫില്ല. അയാൾ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ നോമ്പിൻ്റെ നിർബന്ധമാവാനുള്ള നിബന്ധനയിൽപ്പെട്ടതാണ് മുഖീമായിരിക്കണം. യാത്രയിലല്ലാതെ നാട്ടിൽ ഉള്ള ആളായിരിക്കണം. യാത്രക്കാരനാകുമ്പോൾ ഇൻഷാ അല്ലാഹ് മസ്അല നമ്മൾ പറയും. അതുപോലെ തന്നെ അൽ ഖുദ്റത്തുണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. നിത്യരോഗികൾ, അതല്ലെങ്കിൽ നോമ്പെടുക്കാൻ പ്രയാസമുള്ള രോഗം, അതൊന്നുമില്ലാത്ത കഴിവുള്ള ആളായിരിക്കണം. ഇതൊക്കെയാണ് ഒരാൾക്ക് നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധനകൾ. മുസ്ലിം ആയിരിക്കണം, പ്രായപൂർത്തി എത്തിയിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം, നാട്ടിലുള്ള ആളായിരിക്കണം, രോഗമൊന്നുമില്ലാത്ത കഴിവുള്ള ആളായിരിക്കണം. നിസ്കാരത്തിന് ഷർത്തുകൾ പഠിക്കാറുണ്ട്, നിബന്ധനകൾ. നിസ്കാരം ശരിയാവാൻ ഷർത്തുകളുണ്ട്. ഓരോന്നിനും ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്, ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്. എന്നതുപോലെ നോമ്പിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞത്. ഈ കാര്യങ്ങൾ ഒത്ത് ഇണങ്ങിയ ഒരാൾക്ക് നോമ്പ് നിർബന്ധമാകും. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. ഈ പറഞ്ഞ നിബന്ധനകൾ ഒത്ത ഒരാൾ റമദാനിൽ സന്നിഹിതനായാൽ അയാൾ നോമ്പെടുക്കണം. അയാൾക്ക് നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഇതാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം, നോമ്പ് നിർബന്ധമാവാനുള്ള ഷർത്തുകൾ, മാനദണ്ഡം. ഇത് ഒത്തിണങ്ങിയ എല്ലാവരും നോമ്പെടുക്കൽ നിർബന്ധമാണ്. നോമ്പ് ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല, നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളതല്ല. ഒഴിവാക്കിയാൽ കുറ്റക്കാരായി തീരും. ഇനി ഒരാൾ നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്ത് പോകും. രണ്ടാമത്തെ കാര്യം, അതല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒരു വിഭാഗം അസ്സഗീർ, ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമില്ല. എന്തുകൊണ്ട് നിർബന്ധമില്ല? ബുലൂഗെത്തണം, പ്രായപൂർത്തിയെത്തൽ ഷർത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅൽ ഖലമു അൻ സലാസത്തിൻ, 3 കൂട്ടരിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അനിന്നാഇമി ഹത്താ യസ്തൈഖിള, ഉറങ്ങുന്ന ഒരാൾ എഴുന്നേൽക്കുന്നത് വരെ. അയാൾ ആ ഉറക്കത്തിൽ എന്തു തന്നെ ചെയ്താലും അയാൾക്ക് എന്തില്ല? ഉത്തരവാദിത്തമില്ല, കുറ്റമില്ല. പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. വഅനി സഗീരി ഹത്താ യക്ബുറ, ചെറിയ കുട്ടിയിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു അവന് വലുതാവുന്നത് വരെ, അഥവാ പ്രായപൂർത്തിയാവുന്നത് വരെ. വഅനിൽ മജ്നൂനി ഹത്താ യുഫീഖ, ഭ്രാന്തനിൽ നിന്നും പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു അയാളുടെ ഭ്രാന്ത് മാറുന്നത് വരെ, അയാൾക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നത് വരെ. അപ്പോൾ സഗീർ, കുട്ടികൾ, അവർക്ക് നിർബന്ധമില്ല. എന്നാൽ സഹോദരങ്ങളെ, നോമ്പെടുക്കാൻ കഴിയുന്ന പ്രാപ്തരായ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. നോമ്പെടുപ്പിക്കണം. സഹാബത്തിൽ ചിലർ അവരുടെ കുട്ടികളെ നോമ്പ് പിടിപ്പിക്കാറുണ്ടായിരുന്നു, സുന്നത്ത് നോമ്പ് വരെ പിടിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവർ വിശന്ന് കരഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ കൊടുക്കും. അങ്ങനെ അവർ അതുമായി കളിച്ച് അങ്ങനെ ഉറങ്ങിപ്പോകും. പിന്നീട് നോമ്പ് തുറക്കുന്ന സമയമായാൽ
അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കും. ചെറിയ മക്കളെ നമ്മൾ നിസ്കാരത്തിന് പ്രേരിപ്പിക്കുന്നത് പോലെ നോമ്പെടുക്കാൻ അവർക്ക് സാധിക്കുന്ന പ്രായം എത്തിയാൽ അവർക്ക് നിർബന്ധമല്ലാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യിപ്പിക്കണം? നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ അലംഭാവം കാണിക്കരുത്. ദീനിൻ്റെ ഏത് ഇബാദത്തുകളും ചെറുതല്ലേ, കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അവഗണിക്കരുത്. ചെറിയ മക്കളെ ഇബാദത്തിൽ, ദീനി തർബീയത്തിൽ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. വലുതായിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചാൽ കയ്യിൽ നിന്ന് വഴുതി പോകും. വലുതായാൽ പിടിക്കാൻ കുറച്ച് പ്രയാസമാണ്, ചെറുപ്പത്തിൽ പിടിക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയ പ്രായത്തിൽ പിടിക്കാനാണ് ഏറ്റവും എളുപ്പം. വലുതായാൽ ഒരുപാട് കാര്യങ്ങളായി പഴയതുപോലെ കിട്ടിക്കൊള്ളണമെന്നില്ല, പിന്നീട് ഖേദിച്ചിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഉണർത്തട്ടെ, നമ്മളെല്ലാവരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ രക്ഷിതാക്കളും, ഓരോ ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ ദീനി തർബീയത്തിലായിക്കൊണ്ട് വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ നല്ല രൂപത്തിൽ അവർക്ക് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, ദീനിലെ ഇതുപോലെയുള്ള ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, അതിനോട് സ്നേഹമുണ്ടാക്കി അവരെ അങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവരണം. എന്നിട്ട് അവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം, നോമ്പെടുപ്പിക്കണം. അതുപോലെയുള്ള ചെറിയ മക്കളായാലും റമദാൻ വരുന്നു, ചെറിയ കുട്ടികളായിരിക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കണം, നോമ്പാണ് വരാനിരിക്കുന്നത്, റമദാനാണ് വരാനിരിക്കുന്നത്, റമദാനിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, നോമ്പ് തുറ, ഇതൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ അതിന് പ്രോത്സാഹിപ്പിക്കണം നമ്മൾ. അപ്പോഴാണ് അവർക്ക് ഈ ദീനിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ച് ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ട് പറഞ്ഞു കൊടുക്കാം, അപ്പോൾ പഠിച്ചാൽ പോരെ, അപ്പോഴല്ലേ എന്ന് പറഞ്ഞു വിടാൻ പാടുള്ളതല്ല എന്ന് സഹോദരങ്ങളെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് നിർബന്ധമില്ല, പക്ഷേ അവർ നോമ്പെടുക്കൽ നല്ലതാണ്. അവരെ കൊണ്ട് നോമ്പെടുപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ ഒരു വിഭാഗം അൽ മജ്നൂൻ, ബുദ്ധിയില്ലാത്ത, ബുദ്ധി മറഞ്ഞുപോയ ആളുകൾ. അവർക്ക് നോമ്പ് നിർബന്ധമില്ല, അവർ നോമ്പെടുത്താൽ ശരിയാവുകയില്ല. ഇപ്പോൾ ജന്മനാൽ ബുദ്ധി മറഞ്ഞുപോയ ആളുകളുണ്ടാകും, അതല്ലെങ്കിൽ അസുഖം ബാധിച്ച് അങ്ങനെ ഭ്രാന്തായി പോയ ആളുകളുണ്ടാകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ കേട്ട ഹദീസിൽ വന്നതുപോലെ പേന ഉയർത്തപ്പെട്ടവരാണ്. അവർക്ക് നോമ്പ് നിർബന്ധമില്ല, അവരുടെ ഭ്രാന്ത് സുഖപ്പെടുന്നതുവരെ, അവർക്ക് ബോധം വരുന്നതുവരെ. അത്തരം ആളുകൾ അവർക്ക് ഈ പറഞ്ഞ ഇളവുണ്ട്. കാരണം ഒരാൾക്ക് സ്വബോധമില്ലെങ്കിൽ നിയ്യത്ത് വെക്കാൻ സാധിക്കുകയില്ല. നിയ്യത്ത് ശരിയാവാതെ ഒരു ഇബാദത്ത് ശരിയാവുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അസുഖം മാറിയാൽ മാത്രമേ നോമ്പ് നിർബന്ധമാവുന്നുള്ളൂ. നാലാമത്തെ കാര്യം, നാലാമത്തെ ഒരു വിഭാഗം നന്നേ വയസ്സായ ആളുകൾ, അൽ ഹരിം അല്ലദീ ബലഗൽ ഹദയാൻ. പണ്ഡിതന്മാർ പറഞ്ഞു, പ്രായം ചെന്ന് തമീസ്, വകതിരിവ് ഇല്ലാതെ പോയ ആളുകൾ, ഒരുപാട് വയസ്സായി പറയുന്നതോ കേൾക്കുന്നതോ ഒന്നും മനസ്സിലാവാത്ത, വകതിരിവ് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ല. കാരണം വകതിരിവില്ല. സ്വബോധം, ബുദ്ധി എന്നതിൽപ്പെട്ടതാണ് വകതിരിവ്, ഈ പറഞ്ഞ കാര്യം. അതില്ലാത്തത് കൊണ്ട് അവർക്ക് തക്ലീഫില്ല, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അഞ്ചാമത്തെ കാര്യം, അഞ്ചാമത്തെ വിഭാഗം അൽ ആജിസു അനി സിയാമി ആജിസൻ മുസ്തമിറൻ ലാ യുർജാ സവാലുഹു. ദുർബലരായ ആളുകൾ അഥവാ നിത്യരോഗികൾ, രോഗം മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടാത്ത ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് നിർബന്ധമില്ല. കാരണം അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല, ദൗർബല്യം കാരണത്താൽ. ഇപ്പോൾ നിത്യരോഗികൾ, മാരകമായ രോഗങ്ങൾ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല. എന്നാൽ അതിനു പകരം അവർ ഭക്ഷണം കൊടുത്താൽ മതി. അതിനു പകരം
അവർ ഭക്ഷണം കൊടുത്താൽ മതി. ദുർബലരായ ആളുകൾ, പ്രായം കൊണ്ട്, ചിലപ്പോൾ രോഗം കൊണ്ട്, നിത്യരോഗം കൊണ്ട് അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. അത്തരം ആളുകൾ നോമ്പെടുക്കേണ്ടതില്ല, പകരം ഭക്ഷണം കൊടുക്കുക. ഓരോ നോമ്പിനും നിസ്ഫു സാഅ് അഥവാ ഏതാണ്ട് ഒരു കിലോ കണക്ക് കൂട്ടുകയാണെങ്കിൽ 1.5 കിലോയോളം വരുന്ന തൂക്കം അത് ഭക്ഷണമായിട്ടും കൊടുക്കാം. അതല്ലെങ്കിൽ അരി പോലെയുള്ള വിഭവങ്ങൾ അങ്ങനെയും കൊടുക്കാവുന്നതാണ്. എത്രയാണോ നോമ്പ്, 30 ആണെങ്കിൽ 30 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഒരാൾക്ക് വയറ് നിറച്ച് തിന്നാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ 30 പേർക്ക് കൊടുക്കുക. ഇനി അരിയും അങ്ങനെയുള്ളതാണെങ്കിൽ ഈ കിലോഗ്രാം കണക്ക് കൂട്ടി ആ രൂപത്തിൽ കൊടുത്താൽ മതി. അതിനുള്ള തെളിവ് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ച ഒരു അസറാണ്. വഅമ്മ ശൈഖുൽ കബീർ, പ്രായം ചെന്ന ആളുകൾ, ഇദാ ലം യുത്ഖി സിയാമ ഫഖദ് അത്അമ അനസുൻ ബഅദമാ കബറ ആമൻ ഔ ആമൈൻ കുല്ല യൗമിൻ മിസ്കീനൻ ഖുബ്സൻ വലഹ്മൻ വഅഫ്തറ. പ്രായം ചെന്ന സ്ത്രീകൾ, പുരുഷന്മാർ, വയസ്സായ ദുർബലരായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല, ദുർബലരാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രായം ചെന്നപ്പോൾ 1-2 വർഷം നോമ്പ് നോൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം നോമ്പെടുക്കാതെ പകരം റൊട്ടിയും ഇറച്ചിയും അഥവാ ഭക്ഷണം സാധുക്കൾക്ക് കൊടുത്തിരുന്നു എന്ന് കാണാം. അതാണ് തെളിവ്. സഹാബി ചെയ്ത ആ പ്രവർത്തനമാണ് ഇതിന് തെളിവ്. ദുർബലരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിന് പകരമായി അവർ ഭക്ഷണം കൊടുക്കുക. അതുപോലെ സഹോദരങ്ങളെ, 6ാമത്തെ വിഭാഗം അൽ മുസാഫിർ, യാത്രക്കാരാണ്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര ചെയ്യേണ്ടി വന്നു, ഹലാലായ യാത്ര. അങ്ങനെ യാത്രയിലാണെങ്കിൽ ഒരാൾക്ക് നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കുന്നാ നുസാഫിറു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യഅബി സായിമു അലൽ മുഫ്തിരി വലൽ മുഫ്തിറു അല സായിം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോവാറുണ്ടായിരുന്നു യുദ്ധത്തിന് വേണ്ടി. അങ്ങനെയുള്ള യാത്രയിലാവുമ്പോൾ നോമ്പ് എടുത്തവരുണ്ടാകും, നോമ്പ് എടുക്കാത്തവരുണ്ടാകും. അവർ പരസ്പരം ആക്ഷേപിക്കാറില്ലായിരുന്നു. വേറെയും ഒരുപാട് ഹദീസുകൾ കാണാം. യാത്രയിലായിരിക്കുമ്പോൾ ഞാൻ നോമ്പെടുക്കണോ എന്ന് ഒരാൾ വന്ന് ചോദിച്ചു. ഹംസ ഇബ്നു അംർ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നോമ്പെടുത്തോളൂ, അല്ലെങ്കിൽ നോമ്പ് മുറിച്ചോളൂ. പണ്ഡിതന്മാർ ഈ പറഞ്ഞ ഒരുപാട് ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യാത്രക്കാർ പരിശോധിക്കുക. ഒരാൾക്ക് യാത്ര കൊണ്ട് പ്രയാസമുണ്ട്, ക്ഷീണമുണ്ടാകും, തളർച്ചയുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും എങ്കിൽ അയാൾ നോമ്പ് ഉപേക്ഷിക്കാം, അനുവദനീയമാണ്. ഇനി ഒരാൾക്ക് യാത്രയാണ്, പക്ഷേ പ്രശ്നം ഉണ്ടാവില്ല, കുഴപ്പമില്ല എങ്കിൽ അയാൾക്ക് നോമ്പെടുക്കലാണ് അഫ്ദൽ. ഇപ്പോൾ ഒരാൾ ഗൾഫിലേക്ക് പോകുന്ന ഒരാൾ, നല്ല ദൂരമുണ്ട്, വലിയ യാത്രയാണ്, പക്ഷെ പഴയ കാലത്തതുപോലെയല്ല, ഇന്ന് എളുപ്പമാണ് യാത്ര, പൊതുവെ അൽഹംദുലില്ലാ എളുപ്പമാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് മുറിക്കേണ്ടതില്ല, നോമ്പെടുത്തുകൊണ്ട് യാത്ര ചെയ്യാവുന്നതാണ്. ഇപ്പം യാത്രക്കാർ അവർക്ക് അടിസ്ഥാനപരമായി അല്ലാഹു തആല ഇളവ് നൽകിയിട്ടുണ്ട്. വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയാണെങ്കിൽ, യാത്രക്കാരാവുകയാണെങ്കിൽ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, അതിന് പകരമായി മറ്റുള്ള ദിവസങ്ങളിൽ എടുത്തുകൂടിയാൽ മതിയാവുന്നതാണ്. അടിസ്ഥാനപരമായി ഇളവുണ്ട്, എന്നാൽ പരിശോധിക്കുക. പ്രയാസമുണ്ടെങ്കിൽ ഒഴിവാക്കാം, പ്രയാസമില്ലെങ്കിൽ നോമ്പ് എടുക്കാവുന്നതാണ്. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഹദീസുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ, സുദീർഘമായ യാത്രയാണെങ്കിൽ ഇതുപോലെ പരിശോധിക്കുക. പ്രയാസമില്ലാത്ത യാത്രയാണ്, ഒരുപക്ഷെ വലിയ യാത്രയായിരിക്കും, പക്ഷെ പ്രയാസമുണ്ടാവുകയില്ല, നോമ്പ് നോറ്റുകൊണ്ട് യാത്ര തുടരുക.
യാത്രക്കാരനാവുക. ഇനിയില്ല ബുദ്ധിമുട്ടുണ്ടാകും, ചൂട് കൊണ്ട്, പ്രയാസം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. അത് പിന്നീട് എടുത്തു വീടിയാൽ മതി. ഏഴാമത്തെ വിഭാഗം അൽ മരീദ്, രോഗികളാണ്. അല്ലദി യുർജാ ബുർഉഹു, രോഗം മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന രോഗികൾ. ഇപ്പൊ ചെറിയ ചെറിയ രോഗങ്ങൾ, അവർ 3 രൂപത്തിലാണ്. ഒന്നാമത്തെ വിഭാഗം നോമ്പ് കൊണ്ട് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല, രോഗിയാണ്, പക്ഷെ നോമ്പെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ചെറിയ തലവേദന ഒരു രോഗമാണ്, അല്ലെങ്കിൽ ചെറിയൊരു പനി, അല്ലെങ്കിൽ ചെറിയൊരു മുറിവ്, അതൊക്കെ എന്താണ്, രോഗമാണ്. പക്ഷേ അതുകൊണ്ട് നോമ്പെടുക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല, ശാരീരികമായോ ആരോഗ്യപരമായോ ഒരു പ്രശ്നവുമില്ല. എങ്കിൽ അയാൾ നോമ്പെടുക്കൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള ആളുകൾ നോമ്പെടുക്കണം. രണ്ടാമത്തെ ഒരു വിഭാഗം നോമ്പെടുക്കൽ കൊണ്ട് പ്രയാസമുണ്ടാകും, നോമ്പെടുക്കൽ കൊണ്ട് പ്രയാസമുണ്ടാകും. രോഗിയാണ്, നല്ല പനിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു രോഗം, അങ്ങനെയുള്ള ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാം. നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. വമൻ കാന മരീദൻ ഔ അലാ സഫർ, ഇതാണ് ആയത്താണ് തെളിവ്. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്താണ് തെളിവ്. അല്ലാഹു തആല ഇളവ് നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം നോമ്പ് എടുക്കൽ കൊണ്ട് പ്രയാസമുണ്ടാകും, ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസമുണ്ടാകും, ഒരുപക്ഷെ ആരോഗ്യം, അയാളുടെ ജീവൻ തന്നെ ഒരുപക്ഷെ ഭീഷണിയിലായി പോകാം. അങ്ങനെയുള്ള ഒരു രോഗിയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. സ്വന്തം നഫ്സിനെ കൊല്ലുന്ന പണി എടുക്കരുത്, ആത്മഹത്യാപരമായ പണി എടുക്കരുത്. ഒരാൾക്ക് രോഗമുണ്ട്, നല്ല രോഗമാണ്, നോമ്പെടുത്താൽ ഒരു പക്ഷേ അയാളുടെ ജീവൻ അപകടത്തിലായി പോകും, പ്രയാസം കൂടും. എങ്കിൽ അയാൾ നോമ്പെടുക്കരുത്, അയാൾ നോമ്പ് മുറിക്കണം. ഇതാണ് 3 അവസ്ഥകൾ. രോഗിയായാൽ രോഗമെന്നത് 3 അവസ്ഥകളിലാണ്. ഒന്ന് ചെറിയ രോഗം, വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നോമ്പെടുക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തത് സാധാരണ അസുഖം, നോമ്പ് എടുക്കൽ നിർബന്ധമില്ല, അയാൾക്ക് ഒഴിവാക്കാൻ ഇളവുണ്ട്. മൂന്നാമത്തത് എന്താണ്, നോമ്പെടുത്താൽ അയാൾക്ക് വലിയ പ്രയാസമുണ്ടാകും, നോമ്പെടുക്കാൻ പാടില്ല, നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. മനസ്സിലായോ? ഇതാണ് രോഗികളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എട്ടാമത്തെ വിഭാഗം അൽ ഹായിദു, ആർത്തവകാരികളാണ്. അതുപോലെ തന്നെ അന്നുഫസ, നിഫാസ്, പ്രസവരക്തം വന്ന പ്രസവിച്ച സ്ത്രീകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പെടുക്കൽ ഹറാമാണ്. ആർത്തവകാരിയായ ഒരു സ്ത്രീ നോമ്പെടുക്കാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നിസ്കാരവും നോമ്പും വിലക്കിയിട്ടുണ്ട്. നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല, നോമ്പ് ഖളാ വീട്ടണം. അതുപോലെ തന്നെയാണ് പ്രസവിച്ച സ്ത്രീകളും. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് എടുക്കാൻ പാടില്ല, നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് ഒരു സ്ത്രീ നോമ്പെടുത്തു, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ, ബാങ്ക് വിളിക്കുന്നതിൻ്റെ 1-2 മിനിറ്റ് മുമ്പ് ആർത്തവം വന്നു എങ്കിൽ നോമ്പ് പോയിട്ടുണ്ട്, ആ നോമ്പ് ഖളാ വീട്ടണം. അതേപോലെ തന്നെ ഒരു സ്ത്രീ രാത്രിയിൽ ശുദ്ധിയായി, അത്താഴത്തിൻ്റെ സമയത്ത് ശുദ്ധിയായി, കുളിക്കാൻ സമയമില്ല, കുളിക്കാൻ ബാങ്ക് കൊടുത്തതിന് ശേഷമേ സമയം കിട്ടുകയുള്ളൂ എങ്കിൽ അവർ നോമ്പിന് നിയത്ത് വെക്കണം. നോമ്പെടുക്കൽ നിർബന്ധമാണ്. കുളി ബാങ്കിന് ശേഷം കുളിച്ചാൽ മതിയാവുന്നതാണ്. മനസ്സിലായോ? ഇതൊക്കെ മസ്അലകളാണ്, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. 9ാമത്തെ വിഭാഗം മുലയൂട്ടുന്ന ഗർഭിണിയായ പ്രസവിച്ച സ്ത്രീകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തത്തിനോ അവരുടെ കുഞ്ഞിനോ പ്രയാസമുണ്ടാകും എന്ന് ഭയപ്പെടുകയാണെങ്കിൽ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം. ഇപ്പോൾ ഗർഭിണിയായ ഒരു സ്ത്രീ, അവർക്ക് ശാരീരികമായി പ്രയാസമുണ്ടാകും, അവർ നോമ്പെടുത്താൽ ഒരു പക്ഷേ വയറ്റിലുള്ള കുഞ്ഞിന് പ്രയാസമുണ്ടാകും.
അതുപോലെ പ്രസവിച്ച സ്ത്രീ, മുലയൂട്ടുന്ന സ്ത്രീ, അവർക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. ഇന്നല്ലാഹ വദഅനിൽ മുസാഫിരി ശത്റ സ്വലാത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാർക്ക് നിസ്കാരം പകുതിയായി നിശ്ചയിച്ചിട്ടുണ്ട്. 4 2 നിസ്കരിക്കാം. വഅനിൽ മുസാഫിരി വൽ ഹാമിലി വൽ മുർദിഇ സൗമ അവി സിയാം, യാത്രക്കാർക്കും അതുപോലെ ഗർഭിണിക്കും മുലയൂട്ടുന്ന സ്ത്രീക്കും നോമ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടുണ്ട്. അവർക്ക് നോമ്പെടുക്കേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ദിവസങ്ങൾ പിന്നീട് ഖളാ വീട്ടിയാൽ മതിയാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മുലയൂട്ടുന്ന സ്ത്രീകൾ, ഗർഭിണികളായ സ്ത്രീകൾ, പ്രസവിച്ച സ്ത്രീകൾ, അവർ ഈ വർഷം ഗർഭിണിയായി എന്ന് വിചാരിക്കുക. ഈ വർഷത്തെ നോമ്പ് പോയി. അടുത്ത വർഷം ഒരുപക്ഷെ പ്രസവിച്ച് കുഞ്ഞിന് മുലയൂട്ടുന്ന പ്രായമായിരിക്കും. ആ നോമ്പും ഒരുപക്ഷെ എടുക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ സാധാരണ ആളുകൾ ഭക്ഷണം കൊടുത്ത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായ അഭിപ്രായം, ഇത്തരം സ്ത്രീകൾ ഖളാ വീട്ടുകയാണ് വേണ്ടത്. അത് 1 2 വർഷം കഴിഞ്ഞാലും ശരി, 1 2 വർഷം കഴിഞ്ഞാലും ശരി, അവർ ഖളാ വീട്ടണം. അപ്പോൾ ഈ വർഷം നോമ്പ് പോയി, കുറച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച്, അങ്ങനെ ആ വർഷത്തെ നോമ്പും നഷ്ടപ്പെടും. പിന്നീട് അവർക്ക് അവസരം കിട്ടുമ്പോൾ നോമ്പ് എടുത്തു വിടുക. ഇപ്പോൾ കുട്ടി ഒരു 6 മാസം ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ പ്രയാസം നീങ്ങി. പിന്നീട് അവർക്ക് എന്ത് ചെയ്താൽ മതി? സമയം പോലെ നഷ്ടപ്പെട്ട നോമ്പ് എടുത്തു വിടിയാൽ മതി. നേരത്തെ ഭക്ഷണം കൊടുത്ത് ഒഴിവാക്കരുത്. അങ്ങനെ ചില ആളുകൾ ചെയ്യാറുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം, വല്ലാഹു അലം, സഹാബത്തിൽ നിന്നൊക്കെ വന്ന അടിസ്ഥാനത്തിൽ അവർ ഖളാ വീട്ടണം എന്നുള്ളതാണ്. നോമ്പ് നോറ്റ് ഖളാ വീട്ടണം എന്നുള്ളതാണ്. അതുപോലെ 10ാമത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ നോമ്പുകാരനാണ്, അത്യാവശ്യ ഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടത്തിന് പോവുകയാണ്, അതല്ലെങ്കിൽ ഒരാൾ മുങ്ങി മരിക്കാൻ പോകുമ്പോൾ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്തു ചാടി, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കാം. മനസ്സിലായോ? ഒരാൾക്ക് ശരീരത്തിൽ ശക്തി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രവർത്തനം, ഒരു അപകടത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ, അങ്ങനെയുള്ള ദറൂറത്തിൻ്റെ അവസ്ഥയിൽ ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കാം. ചെറിയ കാര്യത്തിന് വേണ്ടിയല്ല, മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാകുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ. വെള്ളത്തിൽ മുങ്ങി പൊന്തി വരുമ്പോൾ എന്താവും? മൂക്കിലൂടെയും വായിലൂടെയൊക്കെ വെള്ളം ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നോമ്പ് മുറിയും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അവർ നോമ്പ് ഒഴിവാക്കാറുണ്ടായിരുന്നു. കാരണം ആരോഗ്യം ആവശ്യമാണ്, ശക്തി ആവശ്യമാണ് അതിനുവേണ്ടി. ഇങ്ങനെ 10ഓളം വിഭാഗങ്ങൾ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞു ഹദീസിൻ്റെ വെളിച്ചത്തിൽ. അതിൽ ആദ്യം പറഞ്ഞ വിഭാഗം നോമ്പ് നിർബന്ധമുള്ള ആളുകളാണ്. ആർക്കാണ്? എന്താണ് അതിൻ്റെ നിബന്ധന? മുസ്ലിം ആയിരിക്കണം, പ്രായപൂർത്തി എത്തിയിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം, നാട്ടിലുള്ള ആളായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. ബാക്കിയുള്ള ആളുകളൊക്കെ ഓരോ അവസ്ഥകളിലുള്ള ആളുകളാണ്. അവരെക്കുറിച്ചാണ് നമ്മളീ പറഞ്ഞത്. യാത്രക്കാരുണ്ടതിൽ, രോഗികളുണ്ടതിൽ, പ്രായം ചെന്ന ആളുകളുണ്ട്, നോമ്പെടുക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, മുലയൂട്ടുന്ന സ്ത്രീകളുണ്ട്. ഇവരൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള വിധിവിലക്കുകൾ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നോമ്പ് വിട്ടുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് മറ്റൊരു ദിവസം എടുത്ത് വീട്ടണം എന്നുള്ളതാണ് നിയമം. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ വളരെ എളുപ്പം തന്നിട്ടുണ്ട്. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ. നോമ്പുമായി ബന്ധപ്പെട്ട ആയത്ത് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞതാണത്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ്
ഉദ്ദേശിക്കുന്നത്, ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു ദിവസങ്ങളിൽ എടുത്തുകൂടിയാൽ മതി. ഈ റമദാനിലാണെങ്കിൽ അടുത്ത റമദാൻ വരെ സമയമുണ്ട്. 11 മാസം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖളാ വീട്ടാൻ സമയം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പ് വിട്ടുപോയ ആളുകൾ വേഗത്തിൽ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേഗത്തിൽ നോമ്പെടുക്കാൻ, ആ പ്രയാസം നീങ്ങിയാൽ എടുത്ത് വീടണം എന്നുള്ളതാണ് അടിസ്ഥാനം. ഇളവ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും വേഗത്തിൽ എടുത്തു വീടലാണ് ഏറ്റവും നല്ലത്. അടുത്ത റമദാൻ ആയിക്കഴിഞ്ഞാൽ എന്നിട്ടും ഒരാൾ കാരണമില്ലാതെ ഖളാ വീട്ടിയില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ ഗുരുതരമായ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. അയാൾ തൗബ ചെയ്യണം, ഖളാ വീട്ടണം. അതുപോലെ കഫാറത്ത്, പ്രായശ്ചിത്തമായി ഭക്ഷണം കൊടുക്കണം. ഇതാണ് നിയമം. ഒരാൾക്ക് രോഗം കൊണ്ട് നോമ്പ് ഒഴിവായി പോയി, അടുത്ത റമദാനായി, എന്നിട്ടും അയാൾ എടുത്തില്ല എങ്കിൽ അയാൾക്ക് ഖളാ വീട്ടണം, അള്ളാഹുവിനോട് തൗബ ചെയ്യണം, ഭക്ഷണം കൊടുക്കണം, കഫാറത്ത് പ്രായശ്ചിത്തമായി കൊണ്ട്. ഇനി അതിനിടയിൽ അയാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. നോമ്പെടുക്കാൻ സാധിച്ചിട്ടും അയാൾ നോമ്പ് ഖളാ വീട്ടാതെ മരിച്ചുപോയി എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വ അലൈഹി സിയാമുൻ, ഒരാൾക്ക് നോമ്പെടുക്കാൻ ബാക്കിയുണ്ട്, എന്നിട്ട് അയാൾ അങ്ങനെ ഇരിക്കെ മരിച്ചുപോയി, സാമ അൻഹു വലിയുഹു, അയാളുടെ അനന്തരാവകാശികൾ, അടുത്ത ആളുകൾ അയാൾക്ക് വേണ്ടി ആ നോമ്പ് എടുത്തു വിടണം. നിർബന്ധമായ നോമ്പ് മറ്റുള്ളവർ എടുത്തു വിടണം. ഇനി ഒരാൾ രോഗിയാണ്, ആ രോഗത്തിൽ തന്നെ തുടർന്നു, എടുത്തുവിടാനുള്ള അവസരം കിട്ടിയില്ല, അതിനിടയിൽ അയാൾ മരിച്ചുപോയി, അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, മറ്റൊരാൾ ഖളാ വീട്ടണം എന്നില്ല. സഹോദരങ്ങളെ, അതിവിടെ സൂചിപ്പിച്ചത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഖളാ ഉള്ള നോമ്പുകൾ ഒരിക്കലും നമ്മൾ അലംഭാവത്തോടുകൂടി അതിനെ കാണരുത്, മറിച്ച് വേഗത്തിൽ എടുത്തുകൂടണം. ആയിഷ റളിയല്ലാഹു അൻഹ ശഅബാനിൽ അവർക്ക് വിട്ടുപോയ നോമ്പുകൾ എടുത്തു പൂർത്തീകരിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. ശഅബാൻ അവസാനിക്കാനിരിക്കുകയാണ്, നമ്മിൽ ആർക്കും ഖളാ ഉള്ള നോമ്പൊന്നും ബാക്കിയില്ല എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യണം. കാരണം ഇല്ലാതെയാണ് ബന്ധിപ്പിച്ചത് എങ്കിൽ വളരെ ഗൗരവമാണ്. ഇനി സഹോദരങ്ങളെ, ഒരു നോമ്പുകാരൻ പാലിച്ചിരിക്കേണ്ട ചില മര്യാദകളുണ്ട്. നോമ്പുകാരൻ പാലിച്ചിരിക്കേണ്ട നിർബന്ധമായതും മുസ്തഹബ് ആയതുമായ അഥവാ ഐച്ഛികവുമായ പല മര്യാദകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. തീർച്ചയായും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക. അപ്പം നോമ്പിന് നിയ്യത്ത് വേണം, അത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യുബയ്യിതി സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഫജ്റിന് മുന്നേ, അതല്ലെങ്കിൽ മറ്റൊരു ചില റിവായത്തിൽ രാത്രിയിൽ ആരെങ്കിലും നിയ്യത്താക്കിയിട്ടില്ല എങ്കിൽ അയാൾക്ക് നോമ്പില്ല. രാത്രി നിയ്യത്താക്കണം. അതല്ലെങ്കിൽ ഫജ്റിന്, അത്താഴത്തിൻ്റെ സമയത്ത് ഒരാൾ നിയ്യത്താക്കണം, ബാങ്കിന് മുന്നേ നിയ്യത്താക്കണം. എന്താണ് സഹോദരങ്ങളെ നോമ്പിൻ്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? പൊതുവേ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതലാണ്. ഇമാം അന്നവവി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്, അന്നിയ്യത്ത്, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഹുവൽ ഖസ്ദ്, ഉദ്ദേശിക്കലാണ്, കരുതലാണ്. നിയ്യത്ത് ഒരിക്കലും നാവ് കൊണ്ട് ചൊല്ലി പറയാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ നിയ്യത്ത് നാവ് കൊണ്ട് പറഞ്ഞതായി എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നിയ്യത്ത് മനസ്സിലാണ്, ഹൃദയത്തിലാണ്. അപ്പോൾ നോമ്പിൻ്റെ നിയ്യത്ത്, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ നിയ്യത്ത്, അതല്ലെങ്കിൽ മറ്റു വല്ല ഇബാദത്തുകളുടെയും നിയ്യത്ത് ഒരാളുടെ ഹൃദയത്തിലാണ്. ഒരാൾ വുദൂ ചെയ്യാൻ നിയ്യത്ത് നിർബന്ധമാണ്. എന്താണ് വുദൂവിൻ്റെ നിയ്യത്ത്? ഒരാൾ വുദൂ എടുക്കാൻ വെള്ളത്തിൻ്റെ അടുത്തെത്തി, വുദൂവിൻ്റെ കർമ്മങ്ങൾ ആരംഭിച്ചു, ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ആരംഭിച്ചു, അതാണ് അയാളുടെ നിയ്യത്ത്. അയാൾ വെള്ളം എടുത്ത് 3 തവണ മുൻകൈകൾ കഴുകി, ഇതെന്തിനാണ്? വുദൂവിന് വേണ്ടിയിട്ടാണ്, അതാണ് അയാളുടെ നിയ്യത്ത്.
വെറുതെ ഇപ്പോൾ ഒരാൾ വെള്ളം കൊണ്ട് ഇങ്ങനെ 3 തവണ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ച് പിന്നെ മുഖം കഴുകി 2 കൈ അപ്പുറത്തിപ്പുറത്തും കഴുകി തലയും തടവി അങ്ങനെ പോകില്ലല്ലോ. അയാൾ ആ പൈപ്പിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കലാണെന്ത് അയാളുടെ നിയത്ത്. ഒരു പക്ഷേ നിസ്കാരത്തിനായിരിക്കാം, അല്ലെങ്കിൽ സാധാരണ എപ്പോഴും വുദൂ എടുത്ത് വുദൂ സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ എടുക്കുന്ന ആളായിരിക്കാം. എന്തിനാണോ ഒരാൾ വുദൂ എടുക്കുന്നത്, ഒരാൾക്ക് ആ വന്ന് നിൽക്കുന്ന ആ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശമാണ് അയാളുടെ നിയത്ത്. അല്ലാതെ പൈപ്പിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വുദൂ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ആരംഭിക്കാൻ ഒരു തെളിവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. ഇനി നിസ്കരിക്കുമ്പോൾ ഉസല്ലി ഫർള ദുഹർ 4 റകഅത്ത് എന്ന് പറഞ്ഞ് ചൊല്ലി പറയേണ്ടതില്ല. നമ്മൾ ദുഹർ നിസ്കാരത്തിന് ദുഹറിൻ്റെ സമയത്ത് മുസല്ലയിൽ അല്ലെങ്കിൽ മസ്ജിദിൽ പോകുന്നത് നിസ്കരിക്കാനാണ്. അതാണ് നമ്മുടെ നിയത്ത്. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുന്നു, അപ്പോൾ ദുഹറിൻ്റെ സമയത്ത് കയറുകയാണ്, അതാണ് നിയത്ത്. എന്നിട്ട് സൊഫിൽ നിൽക്കുന്നു, എന്തിനാണ് ഇപ്പോൾ വെറുതെ വന്നാണോ? അല്ല, ദുഹർ നിസ്കാരത്തിന് വന്നാണ്, അതാണ് നിയത്ത്. അസ്റിന് വരുന്നു, അതാണ് നിയത്ത്. ഒരു സ്ത്രീ മുസല്ലയിൽ വീട്ടിനകത്ത് മുസല്ല വിരിക്കുന്നു, എന്തിനാണ്? വെറുതെ മുസല്ല നോക്കിക്കാനാണോ? അല്ല, നിസ്കരിക്കാനാണ്. ഏത് വക്തിലാണോ മുസല്ല എടുത്തത് ആ വക്തിൽ നിസ്കരിക്കാനാണ്, അതാണ് നിയത്ത്. അപ്പം നോമ്പിന് പല ആളുകളും ഇതുപോലെ നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർള റമളാൻ ലില്ലാഹി തആല ഹാദിഹി സനത്തി ലില്ലാഹി തആല എന്ന് ചൊല്ലി പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഒരാൾ അത്താഴത്തിന് എഴുന്നേറ്റു, അതാണ് അയാളുടെ നോമ്പിൻ്റെ നിയത്ത്. ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അയാൾ ഭക്ഷണം കഴിക്കുന്നതിനാ? എവിടെയെങ്കിലും പോകാനുള്ളത് കൊണ്ടാണോ? അല്ല, നാളെ നോമ്പ് പിടിക്കാനാണ്, അതാണ് അയാളുടെ നിയത്ത്. അതാണ് അയാളുടെ നിയത്ത്. ഇപ്പം നാളെ റമളാനാണ്, മാസപ്പിറവി കണ്ടു, ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ കരുതലുണ്ടാവും, എന്തുണ്ടാവും? നാളെ നോമ്പാണ്, അതാണ് നമ്മുടെ നിയത്ത്. എന്നിട്ട് നമ്മൾ അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേൽക്കും, എന്നിട്ട് ഭക്ഷണം കഴിക്കും. എന്തിനാണ്? നാളെ നോമ്പെടുക്കാനാണ്. അതാണ് ഒരാളുടെ നിയത്ത്, അതാണ് നിയത്ത്. അല്ലാതെ നിയത്ത് പറയാൻ പാടുള്ളതല്ല. പണ്ഡിതന്മാർ പറഞ്ഞു അത് ബിദ്അത്താണ്, പുത്തനാചാരമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നിയത്ത് അല്ലാഹു തആല നമുക്ക് വളരെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്, വളരെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. മനസ്സിൽ കരുതലാണ് നിയത്ത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ലോകമാന്യത, റിയാ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആളുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക, ഒരു സൽക്കർമ്മം ചെയ്യുന്നു, ഉദ്ദേശം ആളുകളെ കാണിക്കലാണ്, ആളുകൾ നല്ലത് പറയലാണ്. എങ്ങനെയാണ് റിയാ ഉണ്ടാവുന്നത്? ഒരാൾ നിസ്കരിക്കുന്നു, നിസ്കാരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും അയാൾ ചെയ്യുന്നു. അയാളോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ നിസ്കരിച്ചു എന്ന് പറയും. പക്ഷെ അയാളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ്? തൊട്ടപ്പുറത്ത് ആളുകൾ കാണുമ്പോൾ ഒന്നും കൂടി വൃത്തിയാക്കി നല്ല ഉഷാറാക്കി നിസ്കരിച്ചു. അത് റിയാ ആണത്. റിയാ അയാൾ നാവുകൊണ്ട് പറഞ്ഞോ? ഇല്ല, മനസ്സിലാണ്. അത് വിശദീകരിച്ചാൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. പറഞ്ഞതിൻ്റെ ചുരുക്കം, സഹോദരങ്ങളെ, സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിയത്ത് മനസ്സിലാണ്, നിയത്തിൻ്റെ സ്ഥാനം മനസ്സിലാണ്. അതുകൊണ്ടാണ് നിയത്ത് തെറ്റിപ്പോയി എന്ന് പറയാറില്ലേ? വാക്ക് തെറ്റിപ്പോയി എന്നല്ല പറയുക, നിയത്ത് തെറ്റിപ്പോയി എന്നാണ് പറയുക. എന്തുകൊണ്ടാണ്? മനസ്സിലെ ഉദ്ദേശശുദ്ധി, അതാണ് നിയത്ത്. ഇപ്പം നോമ്പിന് നിയത്ത് വേണം, എല്ലാ കർമ്മങ്ങൾക്കും നിയത്ത് വേണം. നോമ്പിന് നിയത്ത് വേണം. നോമ്പിൻ്റെ നിയത്ത് ഒന്നല്ലെങ്കിൽ രാത്രിയിൽ, അതല്ലെങ്കിൽ ഫജ്റിന് മുന്നേ ഉണ്ടായിരിക്കണം. അത് നോമ്പുകാർ പാലിച്ചിരിക്കേണ്ട നിർബന്ധമായ ബാധ്യതയാണ്. രണ്ടാമത്തെ നിർബന്ധമായ കാര്യം നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ നോമ്പുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. പല ആളുകളും നോമ്പെടുക്കും, നിസ്കാരം ഉണ്ടാവില്ല. നോമ്പെടുക്കും, നിസ്കാരം ഉണ്ട്. അത്താഴം കഴിച്ച് ഒരൊറ്റ ഉറക്ക്, എഴുന്നേറ്റാൽ സുബ്ഹി, ഇല്ലെങ്കിൽ സുബ്ഹി ഇല്ല. അങ്ങനെയല്ല. അതല്ലെങ്കിൽ പകല് ഉറങ്ങി ളുഹർ നഷ്ടപ്പെടും, ചിലപ്പോൾ ളുഹർ ജമാഅത്ത് നഷ്ടപ്പെടും, അസ്ർ നഷ്ടപ്പെടും. അങ്ങനെ നിസ്കാരം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെല്ലാം പാലിക്കണം. നോമ്പുകാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അള്ളാഹുവിൻ്റെ നിർബന്ധമായ കൽപ്പനകൾ, ബാധ്യതകൾ നമ്മൾ പാലിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ കാര്യം, അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കണം. പ്രത്യേകിച്ച് അള്ളാഹു നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ വാക്കുകൾ, പ്രവൃത്തികൾ, അതൊക്കെ അള്ളാഹു ഹറാമാക്കിയ, വിലക്കിയ കളവുകൾ, അതുപോലെ ഗീബത്ത്, ഏഷണി, പരദൂഷണം പോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കണം. അതുപോലെ സംഗീതം, അതുപോലെയുള്ള കാര്യങ്ങൾ, കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. വഞ്ചന, കള്ളസത്യം, അതുപോലെ പൊതുവെ ചതി, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നോമ്പിൻ്റെ പ്രതിഫലത്തെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. അത് നോമ്പുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി സഹോദരങ്ങളെ, നോമ്പുകാർ പാലിക്കേണ്ട സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. സുന്നത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ അലംഭാവം തോന്നരുത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ സുന്നത്താണ്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ആ സുന്നത്ത് നമ്മൾ പാലിക്കണം. അതിനാണ് സുന്നത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നോമ്പുകാർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സുന്നത്താണ് അസ്സുഹൂർ, അത്താഴം. അത്താഴം കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക. ഫഇന്ന ഫി സഹൂരി ബറക, തീർച്ചയായും അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെയും ഹദീസ് കാണാം, അസ്സഹൂറു കുല്ലുഹു ബറകത്തുൻ, അത്താഴം മുഴുവനും ബറക്കത്താണ്. ഫലാ തദഊഹു, നിങ്ങൾ അത് ഉപേക്ഷിക്കരുത്. വലൗ അൻ യജ്റഅ അഹദുക്കും ജർഅതൻ മിൻ മാഇൻ, നിങ്ങളിൽ ഒരാൾ ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അത്താഴം കഴിക്കണം. ഫഇന്ന അല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, അല്ലാഹുവും അവൻ്റെ മലക്കുകളും അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉന്നതരായ മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് ആ വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുക, പുകഴ്ത്തുക. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ അള്ളാഹുവിനോട് ഈ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും, പാപമോചനം തേടും. അത്താഴം ഉപേക്ഷിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അത്താഴത്തിന് എഴുന്നേൽക്കണം. അത്താഴത്തിൻ്റെ സമയത്തിന് ബറക്കത്തുണ്ട്, അത്താഴത്തിനും ബറക്കത്തുണ്ട്. അത്താഴത്തിൻ്റെ സമയത്തിൻ്റെ ബറക്കത്ത് എന്താണ്? ഏതാണ് ആ സമയം? തഹജ്ജുദിൻ്റെ സമയമാണ്. അല്ലാഹു തആല ഭൂമിയോടടുത്ത ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആരുണ്ട് പ്രാർത്ഥിക്കാൻ, ആരുണ്ട് ചോദിക്കാൻ, ആരുണ്ട് പാപമോചനം തേടാൻ എന്ന് ചോദിക്കുന്ന സമയമാണത്. ആ സമയത്ത് ദിക്റിലും ദുആയിലുമായി കഴിഞ്ഞുകൂടേണ്ട സമയമാണ്. ആ സമയത്തിന് ബറക്കത്തുണ്ട്. അതുപോലെ നമ്മൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിന് ബറക്കത്തുണ്ട്. അത്താഴത്തിൻ്റെ ബറക്കത്താണ് പിന്നീട് പിറ്റേ ദിവസം നോമ്പിൽ നമുക്ക് ലഭിക്കുന്ന ബറക്കത്ത്. അത്താഴം എന്നത് അതിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ അതിലുണ്ട്. അതുപോലെ യഹൂദികളോടുള്ള എതിരിടൽ, യഹൂദികൾ, നസാറാക്കൾ അവർ നോമ്പെടുക്കും, അത്താഴം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്തിനെ ചോദിക്കും അത്താഴം കഴിക്കുന്ന ആളുകൾക്ക്. അതുപോലെ പിറ്റേ ദിവസം നോമ്പെടുക്കാൻ ആരോഗ്യം, നല്ല ശക്തി കിട്ടും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അത്താഴം കൊണ്ട് വേറെയും ധാരാളക്കണക്കിന് ഉപകാരങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? അത്താഴത്തിൻ്റെ ബറക്കത്തിൽപ്പെട്ടതാണ്. അത്താഴം കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അത് സഹോദരങ്ങളെ നമ്മൾ മുടക്കരുത്, അത് നമ്മൾ ഒഴിവാക്കരുത്. ചിലപ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. പാടില്ല. അത്താഴത്തിന് എഴുന്നേൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് സുന്നത്താണ് എന്ന് കരുതി ഒഴിവാക്കരുത്. മാത്രമല്ല, അത്താഴം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അത്താഴം പിന്തിപ്പിക്കണം. എത്രത്തോളം? സഹാബികൾ പറഞ്ഞു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ അവർ അത്താഴം കഴിച്ചു. അത്താഴത്തിനും നിസ്കാരത്തിനുമിടയിൽ
50 ആയത്ത് പാരായണം ചെയ്യുന്ന സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 50 ആയത്ത് ഒരാൾ ഒരു മധ്യമ അവസ്ഥയിൽ പാരായണം ചെയ്താൽ ഒരു 10-15 മിനിറ്റ്. ബാങ്കിനും നിസ്കാരത്തിനും അത്താഴത്തിനും നിസ്കാരത്തിനും ഇടയിലുള്ള സമയദൈർഘ്യം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ പിന്തിച്ചിട്ടാണ് അവർ അത്താഴം കഴിച്ചിരുന്നത്. ഇപ്പം നമുക്ക് ബാങ്ക് കഴിഞ്ഞ് 20-25 മിനിറ്റ് ഉണ്ട് നിസ്കാരം തുടങ്ങാൻ. അവർ നേരത്തെ നിസ്കരിച്ചിരുന്നു. പക്ഷേ അത്താഴം വളരെ പിന്തിച്ചിട്ടാണ്. ഇപ്പം 5:30 മണിക്കാണ് ബാങ്ക് എന്ന് കരുതുക. നമ്മളൊരു 5:15 അത്താഴം കഴിക്കുക. അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയതുപോലെ വലിയ വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് കുറേ നേരം തിന്നുക എന്നുള്ളതല്ല. അത്താഴം വളരെ ലഘുവായി സാധാരണ, പ്രത്യേകിച്ച് അതിൽ ഈത്തപ്പഴം ഉൾപ്പെടുത്തുക എന്നുള്ളത് നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയ പ്രശംസിച്ച കാര്യമാണ്. അതാണ് അത്താഴം എന്ന് പറഞ്ഞാൽ. കുറേ നേരം തിന്നാനിരുന്നാൽ സൂര്യൻ ഉദിച്ചു പോകും, അങ്ങനെയല്ല. വളരെ ചുരുങ്ങിയ വിഭവങ്ങൾ ആ സമയത്ത് അത്താഴം ആയി കഴിച്ചുകൊണ്ട് അങ്ങനെ അതിൻ്റെ ബറക്കത്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് പിന്തിപ്പിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഒരുപാട് ഉപകാരമുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിക്കലാണ്. രണ്ടാമത്തേത്, അത്താഴം പിന്തിച്ചാൽ നമ്മുടെ പ്രഭാത ഭക്ഷണം കുറച്ച് നേരത്തെ കഴിച്ചതുപോലെയാണ്. പിറ്റേന്ന് ക്ഷീണം, തളർച്ച അത് ഇല്ലാതിരിക്കാൻ അതാണ് ഉത്തമം. രാത്രിയെ ഒരാൾ അത്താഴം കഴിച്ച് കിടന്നുറങ്ങി നേരം പുലരുമ്പോൾ വിശന്ന് പൊരിയും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിച്ചാൽ ജീവിതത്തിൽ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നേട്ടങ്ങൾ ഒരുപോലെ കൊയ്തെടുക്കാൻ സാധിക്കും. അത് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോമ്പുകാർ പാലിക്കേണ്ട മുസ്തഹബായ മര്യാദയിൽപ്പെട്ടതാണ്, അഥവാ സുന്നത്തായ കാര്യത്തിൽപ്പെട്ടതാണ് നോമ്പ് മുറിക്കാൻ തിടുക്കം കൂട്ടുക. നോമ്പ് മുറിക്കാൻ തിടുക്കം കൂട്ടുക എന്താണ് അതിൻ്റെ അർത്ഥം? സമയമായാൽ ഉടനെ നോമ്പ് മുറിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ർ. നോമ്പ് മുറിക്കാൻ തിരക്ക് കൂട്ടുന്ന കാലത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കും. നോമ്പ് മുറിക്കാൻ തിരക്കൂട്ടുക എന്ന് പറഞ്ഞാൽ സമയമാകുന്നതിന് മുന്നേ അല്ല, സമയമായി കഴിഞ്ഞ ഉടനെ നോമ്പ് മുറിക്കണം. ചില ആളുകൾ ബാങ്ക് വിളിച്ചാലും പിന്നെയും കുറച്ച് സമയം കാത്തു വെക്കും. സമയമായാലും പിന്നെയും 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സൂക്ഷ്മതക്ക് മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. അത് പണ്ഡിതന്മാർ പറഞ്ഞു യഹൂദികളാണ് അങ്ങനെ ചെയ്യൽ. ഹദീസിൽ വന്നിട്ടുണ്ട്. യഹൂദികൾ അവർ പല ന്യായങ്ങളും പറഞ്ഞ് നോമ്പ് തുറ പിന്തിപ്പിക്കാറുണ്ടായിരുന്നു. അവരിൽ നിന്ന് അത് ഷിയാക്കൾ കടമെടുത്തു. അവരുടെ ചര്യയാണത്. അതാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലും കാണാറുള്ളത്. ഒരൽപ്പം വൈകിട്ട് ബാങ്ക് വിളിക്കും. സാധാരണ സമയം അതിനെ പിന്തിപ്പിച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചില സ്ഥലങ്ങളിൽ ബാങ്ക് വിളിക്കാറുള്ളത്. ശരിയല്ല. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സൂര്യൻ അസ്തമിച്ചാൽ ബാങ്കിൻ്റെ സമയമായാൽ അപ്പോൾ നോമ്പ് മുറിക്കണം. അത് സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വിരുന്നും നോമ്പ് തുറയും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന തിരക്കായിരിക്കും. ആൾ നോമ്പ് മുറിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ആവരുത്. വേഗം നമ്മൾ നോമ്പ് മുറിക്കുക, എന്നിട്ട് ആളുകൾക്ക് കൊടുക്കുക. കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? നമ്മൾ വേഗം നോമ്പ് മുറിക്കണം. അത് മുഴുവൻ കഴിഞ്ഞ് പ്ലേറ്റൊക്കെ അടുക്കി വെച്ച് എല്ലാവരെയും കുടിച്ച് ഇരുത്തിയിട്ടല്ല നമ്മൾ നോമ്പ് മുറിക്കേണ്ടത്. നമ്മൾ വേഗം നോമ്പ് മുറിക്കണം. കാരക്ക, ഈത്തപ്പഴം കയ്യിൽ വെക്കുക. ബാങ്ക് വിളിച്ചാൽ ഉടനെ നമ്മൾ നോമ്പ് മുറിക്കുക. ജനങ്ങൾ നന്മയിലായിരിക്കുമെന്നാണ്. ജനങ്ങൾ ഖൈറിലായിരിക്കും. നമുക്ക് നന്മ ലഭിക്കാൻ അത് കാരണമാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ സഹോദരങ്ങളെ, നോമ്പുകാർ പാലിക്കേണ്ട കാര്യമാണ് ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക. ഇത് ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിൻ്റെ മാസമാണ്. ഖുർആൻ അവതീർണമായ മാസമാണിത്. അതുകൊണ്ട് ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കണം. ഒരു ഖത്മെങ്കിലും പൂർത്തീകരിക്കാത്ത
ഒരു റമളാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകരുത്. ഒരു ഖത്മെങ്കിലും നമ്മുടെ നല്ലവരായ മുൻഗാമികൾ 30 ഖത്മ് അല്ല 60 ഖത്മ് പൂർത്തീകരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് അവരുടെ സമയത്തിൻ്റെ ബറക്കത്ത് എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം 30 ജുസ് പാരായണം ചെയ്യുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ സഹോദരങ്ങളെ ഒരു ദിവസം 30 ആയത്ത് പാരായണം ചെയ്തോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം നമുക്കുണ്ടാവരുത്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, റമളാൻ കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഉപകാരത്തിൽപ്പെട്ടതായിരിക്കണം അത്. റമളാനിലൂടെ ഖുർആനിൻ്റെ ആളുകളാവാൻ നമ്മൾ ശ്രമിക്കണം. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഖുർആൻ ഖത്മ് ചെയ്യാൻ സാധിക്കുക? ഖുർആൻ ധാരാളമായി ഓതാൻ എങ്ങനെ സാധിക്കും? പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള മൊബൈലിന് പകരം ഖുർആനാണ് കയ്യിലെങ്കിൽ വേഗത്തിൽ ഖത്മ് പൂർത്തീകരിക്കാൻ സാധിക്കും. കാരണം മണിക്കൂറുകൾ മൊബൈൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഖുർആൻ ഉപയോഗിച്ച് നോക്കൂ, ഖത്മ് പെട്ടെന്ന് തീരും. 2 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ കഴിച്ചു കൂട്ടുന്ന നമ്മൾ 2 മണിക്കൂർ ഖുർആൻ പാരായണം ചെയ്താൽ എത്ര ഓതാൻ പറ്റും? ചുരുങ്ങിയത് 4 ജുസ് അല്ലെങ്കിൽ 5 ജുസ് ഓതാൻ പറ്റും അല്ലെ? ഒരു ജുസ് ഓതാൻ ഒരു 15 മിനിറ്റേ വേണ്ടുള്ളൂ ചുരുങ്ങിയത്. അത്രയും ജുസുകൾ പാരായണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ ഖുർആൻ നമ്മുടെ കൈകളിൽ ഉപയോഗം ഉണ്ടെങ്കിൽ വേഗം ഖത്മ് പൂർത്തീകരിക്കാം എന്ന് ചില പണ്ഡിതന്മാർ വളരെ രസകരമായി മറുപടി പറഞ്ഞതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ്, വളരെ സത്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഖുർആൻ ഓതാൻ പറ്റാത്തത്, പൂർത്തീകരിക്കാൻ പറ്റാത്തത് നമ്മുടെ കൈകളിൽ ഈ സാധനം ഉള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ ഉപയോഗം കുറച്ചാൽ നമുക്ക് അതിൻ്റെ ഉപയോഗം കൂട്ടാൻ പറ്റും. ഇത് റമളാനിൽ നമ്മളത് ശീലിക്കണം. റമളാനിൽ നമ്മളത് ശീലിക്കേണ്ടതാണ്. അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിന് മാത്രമായി തീരണം ഈ സാധനം. ആവശ്യത്തിനും അല്ലാത്തതിനും മുഴുവൻ നമ്മുടെ ജീവിതം തന്നെ അതിലാക്കി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, ദുആ, പ്രാർത്ഥന. ദുആഇന് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ, നേരത്തെ പറഞ്ഞ അത്താഴത്തിൻ്റെ സമയം, അതുപോലെ തന്നെ അല്ലാത്ത ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം, പള്ളിയിൽ നേരത്തെ പോയിരുന്ന് അങ്ങനെ ഇഖാമത്തിൻ്റെ ഇടയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് സഹോദരങ്ങളെ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നോമ്പുകാരൻ്റെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. അപ്പോൾ ഞാനും നിങ്ങളും അത് മുതലെടുക്കാൻ, ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സഹോദരങ്ങളെ, നോമ്പുകാരൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത്, അനുഗ്രഹം അത് മനസ്സിൽ ഉണ്ടായിരിക്കണം, അത് ചിന്തിക്കണം. കാരണം ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞ നോമ്പിനെ കുറിച്ചോ നോമ്പിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചോ അറിയാതെ അവർ റമളാനിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഇത് പറയാനും പഠിക്കാനും കേൾക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ നിഅമത്താണത്. നോമ്പ് നോൽക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതുണ്ടായിരിക്കണം. അനുഗ്രഹങ്ങൾ, അതിൻ്റെ വ്യാപ്തി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അള്ളാഹു നമുക്ക് സന്മാർഗം തന്നതുകൊണ്ടാണ്. ലൗലല്ലാഹു മഹ്തദൈന വലാ സുംന വലാ സല്ലൈന. അള്ളാഹു അവൻ്റെ തൗഫീഖ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സന്മാർഗത്തിലെത്തുകയില്ല, നമുക്ക് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല, നിസ്കരിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പറഞ്ഞ വരികളാണിത്. അതുകൊണ്ട് ആ നിഅമത്ത്, അനുഗ്രഹം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ വലിപ്പം നമ്മുടെ മനസ്സിൽ നമ്മളുണ്ടാവുക, നമ്മൾ ഓർമ്മിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നോമ്പുകാരൻ പാലിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണ്. നിർബന്ധമായതും അല്ലാത്തതും നമ്മൾ മനസ്സിലാക്കി. ഇനി സഹോദരങ്ങളെ, ആ ഭാഗത്ത് നോമ്പ് മുറിയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞ് നമുക്ക് ആ വിഷയം പൂർത്തീകരിക്കാം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ
നോമ്പിൻ്റെ ആയത്തുകൾ വിശദീകരിക്കുന്നതിനിടയിൽ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഉസൂലുൽ മുഫത്തിറാത്ത് എന്നറിയപ്പെടുന്ന 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത് അൽ ജിമാ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ്. നോമ്പ് മുറിച്ചു കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ. അത് അല്ലാഹു തആല നോമ്പുകാരന് ഫജ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ വിലക്കിയിട്ടുണ്ട്. റമളാനിൻ്റെ പകലിൽ അത് ഹറാമാണ്, നോമ്പ് മുറിച്ചു കളയും. മാത്രമല്ല, ഒരാൾ റമളാനിൻ്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വളരെ ഗുരുതരമായ പ്രായശ്ചിത്തം അയാൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഒരടിമയെ മോചിപ്പിക്കലാണ്. ഒരാൾ റമളാനിൻ്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ അയാൾ ഒരടിമയെ മോചിപ്പിക്കണം. അതിന് സാധിച്ചില്ല, അടിമയെ കിട്ടിയില്ല എങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അതിലേതെങ്കിലും ഒരു ദിവസം ഒഴിഞ്ഞു പോയാൽ ആദ്യം മുതലേ വീണ്ടും ആരംഭിക്കണം. ഇനി അതും ഒരാൾക്ക് സാധിക്കുന്നില്ല, ശാരീരികമായി ദുർബലനാണ്, രോഗിയാണ് എങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ 3 രൂപത്തിൽ അതിന് കഫാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒന്നാമത്തെ നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യം അൽ ജിമാ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ. രണ്ടാമത്തെ കാര്യം ഇൻസാലുൽ മനി ബിഖ്തിയാരിഹി, ഒരാൾ മനഃപൂർവ്വം മനി പുറപ്പെടുവിക്കുക. അത് നോമ്പിനെ മുറിച്ചു കളയും. ഒരാൾക്ക് ഉറക്കത്തിൽ സ്വപ്നസ്ഖലനമുണ്ടായി, അതല്ലെങ്കിൽ ചിന്ത കൊണ്ട് ഒരാൾക്ക് മനി പുറപ്പെട്ടു എങ്കിൽ അയാൾക്ക് എന്തില്ല, ഈ പറഞ്ഞ കഫാറത്തോ അതുപോലെയുള്ള കാര്യങ്ങളോ ഇല്ല, അയാളുടെ നോമ്പ് മുറിയുകയില്ല. ഒരാൾക്ക് അയാളുടെ ഉദ്ദേശമല്ലാതെ മനഃപൂർവ്വമല്ലാതെ പോയി എങ്കിൽ നോമ്പ് മുറിയുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വിവാഹിതരായ ആളുകൾ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും ഈ പറഞ്ഞ സ്പർശനം കൊണ്ടോ ചുംബനം കൊണ്ടോ അവരുടെ മനിയ് പുറപ്പെട്ടാൽ അവരുടെ നോമ്പ് മുറിയും. അങ്ങനെയുള്ള ആളുകളുടെ നോമ്പ് മുറിയും. കാരണം അവർ മനഃപൂർവ്വം അതിലേക്ക് എത്തിയതാണ്. മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കും എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ പടികളെല്ലാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്തെ നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യം അൽ അക്ലു അവിഷുർബ്, തിന്നുക, കുടിക്കുക, ഭക്ഷണവും പാനീയവും നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം ഭക്ഷണ പാനീയവുമായി സാദൃശ്യമുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് സിറിഞ്ച്, ഒരാൾക്ക് നോമ്പിൻ്റെ പകലിൽ ഭക്ഷണത്തിനും പാനീയത്തിനും പകരമായി കൊടുക്കുന്ന ഇഞ്ചക്ഷൻ സിറിഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക, ഗ്ലൂക്കോസ് കയറ്റി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള പോഷകം കിട്ടുന്ന ഒരു സിറിഞ്ച് ഒരാൾ ചെയ്താൽ അയാളുടെ നോമ്പ് മുറിയും. അതല്ലാത്ത സിറിഞ്ചുകൾ, പോഷകം കിട്ടാത്ത ഭക്ഷണപാനീയത്തിൻ്റെ പരിധിയിൽ വരാത്തതാണെങ്കിൽ നോമ്പ് മുറിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ചെറിയ രൂപത്തിൽ ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് കൊടുക്കുക, ഇതും നോമ്പ് മുറിച്ചു കളയുന്ന കാര്യത്തിൽ പെട്ടതല്ല, സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എന്നാൽ മൂക്കിൽ ഇറ്റിക്കുക, മൂക്കിൽ മരുന്നിറ്റിക്കുക എന്നുള്ളത് നോമ്പിനെ മുറിച്ചു കളയും. നോമ്പുകാരനായാൽ വുദൂ ചെയ്യുമ്പോൾ വലിച്ച് മൂക്കിലേക്ക് കയറ്റരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് പണ്ഡിതന്മാർ ആ സ്ഥലത്ത് തെളിവ് പിടിച്ചിട്ടുള്ളത്. അഞ്ചാമത്തത് ഇഖ്റാജുദ്ദമി ബിൽ ഹിജാമ, ഹിജാമ ചെയ്യുക, രക്തം പുറത്തേക്ക് എടുക്കുക എന്നുള്ളത്. അതിൽ ശരിയായ അഭിപ്രായ പ്രകാരം ഹിജാമ നോമ്പിനെ മുറിച്ചു കളയും എന്നുള്ളതാണ്. ബ്ലഡ്, രക്തം ധാരാളമായി പുറത്തേക്ക് പോവുക എന്നുള്ളത് നോമ്പിനെ മുറിച്ചു കളയും. എന്നാൽ സഹോദരങ്ങളെ, ഒരാളുടെ പല്ല് പൊട്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടി രക്തം ഒലിച്ചു, നോമ്പ് മുറിയുമോ? ഇല്ല, നോമ്പ് മുറിയുകയില്ല.
പല്ല് പൊട്ടിയാൽ ഒരുപാട് ബ്ലഡ് പോകും, അല്ലെങ്കിൽ മുറിഞ്ഞാൽ രക്തം പോകും. അത് ഒരാളുടെ നോമ്പ് മുറിച്ച് കളയുകയില്ല. ആറാമത്തെ കാര്യം, മനഃപൂർവ്വം ഛർദ്ദിക്കുക, ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. എന്നാൽ യാദൃശികമായി ചില ആളുകൾക്ക് എന്തെങ്കിലും മണത്താൽ, കണ്ടാൽ ഒക്കെ ഛർദ്ദി വരും. അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയുകയില്ല. മനഃപൂർവ്വം ഒരാൾ ഛർദ്ദിച്ചാൽ അയാൾ ഖളാ വീട്ടണം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഏഴാമത്തെ നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യം ഖുറൂജു ദമിൽ ഹൈദി വൻ നിഫാസ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹൈദോ നിഫാസോ പുറപ്പെടുക. ഒരു സ്ത്രീയുടെ നോമ്പ് അതോടുകൂടി മുറിയും. അത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ബാങ്കിൻ്റെ 1 മിനിറ്റ് മുന്നേ ആണെങ്കിലും ശരി, നോമ്പ് മുറിയും. ആ നോമ്പ് ഖളാ വീട്ടണം. ഈ പറഞ്ഞ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. നോമ്പിനെ മുറിച്ചു കളയാതെ നോമ്പിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഒരാൾക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരാൾ മറന്നുകൊണ്ട് സംഭവിച്ചു. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു, ഒരാൾക്ക് മറന്നുകൊണ്ട് സംഭവിച്ചു, അതല്ലെങ്കിൽ ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ ഒരാളെ കൊണ്ട് ചെയ്യിച്ചു എങ്കിൽ അയാളുടെ നോമ്പ് മുറിയുകയില്ല. ഉദാഹരണത്തിന്, ഒരാൾ ഫജ്ർ ആയിട്ടില്ല എന്ന് കരുതി അത്താഴം പിന്നെയും കഴിക്കുകയാണ്. യഥാർത്ഥത്തിൽ സമയമായിട്ടുണ്ട്, അയാളുടെ നോമ്പ് മുറിയുകയില്ല. കാരണം അയാൾക്ക് സമയമായത് അറിഞ്ഞിട്ടില്ല. അറിവില്ലായ്മയുടെ ഒഴികഴിവ് അയാൾക്ക് ഉള്ളതുകൊണ്ട് അയാളുടെ നോമ്പ് മുറിയുകയില്ല. അതേപോലെ തന്നെ ഒരാൾ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ വഹുവ സായിമുൻ ഫഅകല ഔ ശരിബ ഫല്യുതിമ്മ സൗമഹു. ഒരാൾ മറന്നുകൊണ്ട് വെള്ളം കുടിക്കുകയോ തിന്നുകയോ ചെയ്തു എങ്കിൽ അയാൾ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. ഫഇന്നമ അത്അമഹുല്ലാഹു വസഖാഹു. അല്ലാഹു ആണ് അയാളെ തിന്നിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മറന്നുകൊണ്ട് ഒരാൾ വെള്ളം കുടിച്ചു, മറന്നുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചു, അയാളുടെ നോമ്പ് മുറിയുകയില്ല. അയാൾ ആ നോമ്പ് പൂർത്തീകരിക്കുക. ഏതായാലും കുടിച്ചു, എന്നാൽ പിന്നെ നോമ്പ് പോയി എന്ന് കരുതേണ്ടതില്ല. മറിച്ച് അയാൾ നോമ്പ് വീണ്ടും തുടരുക. അയാളെ അള്ളാഹുവാണ് കുടിപ്പിച്ചതും തിന്നിച്ചതും. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അയാൾക്ക് ആ കിട്ടിയത് എന്താണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ സഹോദരങ്ങളെ, ഒരാൾ മനഃപൂർവ്വം ആയിരിക്കണം. വേറൊരാൾ നിർബന്ധിച്ചു ഒരാളെ കൊണ്ട് വെള്ളം കുടിപ്പിച്ചു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അയാളുടെ നോമ്പ് മുറിയുകയില്ല. അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ നിർബന്ധിച്ച് വളരെ പ്രയാസപ്പെടുത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അയാളുടെ നോമ്പ് പോവും, ഈ ഭാര്യയുടെ നോമ്പ് പോവുകയില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു നിബന്ധനകൾ ഒത്താൽ മാത്രമേ നോമ്പ് മുറിയുകയുള്ളൂ. അറിഞ്ഞുകൊണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഓർമ്മയോടുകൂടി ചെയ്യണം. ഓർമ്മയില്ലാതെ മറന്നുകൊണ്ട് ചെയ്താൽ നോമ്പ് മുറിയുകയില്ല. അതുപോലെ മനഃപൂർവ്വമല്ലാതെ വേറൊരാൾ നിർബന്ധിച്ചു എങ്കിൽ ഒരാളുടെ നോമ്പ് മുറിയുകയില്ല. അതുപോലെ സഹോദരങ്ങളെ, അതിനോട് ചേർത്ത് പറയേണ്ട കാര്യമാണ്, ഒരാൾക്ക് അയാളുടെ ഉദ്ദേശമില്ലാതെ വല്ലതും ഉള്ളിലേക്ക് പോയി. ഇപ്പോൾ വുദു എടുക്കുകയാണ്, അറിയാതെ ഒരു തുള്ളി ഇറങ്ങിപ്പോയി, അറിവില്ലായ്മ കൊണ്ട് അറിയാതെ സംഭവിച്ചു പോയതാണ്. അയാൾ ബാക്കി പിന്നെയും കുടിക്കേണ്ടതില്ല, തിന്നേണ്ടതില്ല, നോമ്പ് മുറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വേറെന്തെങ്കിലും പക്ഷിയോ പ്രാണിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളിലേക്ക് കടന്നു, യഥാർത്ഥത്തിൽ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ നോമ്പ് മുറിയുകയില്ല. അതുപോലെ നോമ്പുകാരൻ പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യുക എന്നത് നോമ്പ് മുറിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ നോമ്പുകാരനെ കണ്ണിൽ മരുന്നുറ്റിക്കണമെങ്കിൽ ഉറ്റിക്കാം, കണ്ണിൽ ഉറ്റിക്കാം, തെറ്റില്ല. അതുപോലെ ചെവിയിലും ഉറ്റിക്കാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വ്രണം പൊട്ടിയ സ്ഥലം, അവിടെ ഓയിൻമെൻറ്റ് പോലെയുള്ള മരുന്ന് തേക്കാവുന്നതാണ്, കുഴപ്പമില്ല. അതുപോലെ സുറുമ ഇടാം, കുഴപ്പമില്ല. അതുപോലെ ഉമിനീര് ഇത് ഇറക്കാം. ചില ആളുകൾ ഉമിനീര് തുപ്പി അവസാനം വൈകുന്നേരം ഒന്നും ബാക്കി ഉണ്ടാവില്ല, ആകെ വറ്റി വരണ്ട് മരിക്കാനായിട്ടുണ്ടാവും.
അങ്ങനെ ചെയ്യേണ്ടതില്ല. ഉമിനീരെന്നത് അത് മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ളതാണ്. അത് ഒരാൾക്ക് ഇറക്കാം, വിഴുങ്ങാം, കുഴപ്പമില്ല. അതല്ലാത്ത കട്ടിയുള്ളത് തുപ്പിക്കളയണം. മൊത്തത്തിൽ ഒരേ തുപ്പൽ നേരം വെളുക്കുമ്പോൾ തുപ്പിക്കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയാസമുണ്ടാക്കും. അങ്ങനെ ചെയ്യേണ്ടതില്ല. ഉമിനീരെന്നത് നോമ്പ് മുറിക്കുന്ന കാര്യമല്ല. ഈ പറഞ്ഞതൊക്കെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെയുള്ള ചില ഇളവുകൾ നൽകിയതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളായി പഠിപ്പിച്ചത് അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ നോമ്പിനെ മുറുകെ പിടിക്കുക, നോമ്പിനെ സൂക്ഷിക്കുക, പൊളിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അതോടൊപ്പം സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുക. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഏതാനും ചില മസ്അലകളാണ് പറഞ്ഞത്. ആദ്യം സൂചിപ്പിച്ചത് നോമ്പ് നിർബന്ധമായ ആളുകൾ, അതുപോലെ നോമ്പുകാർ അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് ജനങ്ങളിലെ അവസ്ഥകളാണ്. നോമ്പ് നിർബന്ധമാകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് പറയപ്പെട്ട ആളുകളിൽ നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുള്ളവരുണ്ട്, നോമ്പ് എടുക്കണമെങ്കിൽ എടുക്കാം എന്ന് പറയപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ നോമ്പുകാർ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നോമ്പ് മുറിഞ്ഞു പോകുന്ന, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളും പറഞ്ഞു. ഇതാണ് മൊത്തത്തിൽ നോമ്പിൻ്റെ വിധിവിലക്കുകളായി ചുരുക്കി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിന് ശേഷം ഇനി റമദാനിൻ്റെ അവസാനത്തെ 10-നെ കുറിച്ചും അതുപോലെ ലൈലത്തുൽ ഖദറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് കേൾക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. വിശാലമായ വിഷയമാണ്. ഖുതുബകളിലൊക്കെ നമ്മൾ കേൾക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കേണ്ട, ഓർമ്മിക്കേണ്ട, ഈ വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് ഈ വിഷയത്തിൽ ചിലപ്പോൾ സംശയമുണ്ടായേക്കാം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ നമ്മൾ നീക്കി പൊതുവെ എല്ലാ കാര്യത്തിലും ഇബാദത്തുകൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യരുത്, മറിച്ച് വ്യക്തമായ ഉറപ്പോടെ, ധാരണയോടെ, ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് അടിസ്ഥാനം. അത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ, നല്ല രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കാനും അങ്ങനെ മുത്തഖീങ്ങളായി ശവ്വാലിൻ്റെ മാസപ്പിറവി കാണാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പിൻ്റെ സന്ദർഭത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും ആ കാര്യത്തിൽ അശ്രദ്ധയിലായി പോവാൻ പാടുള്ളതല്ല. അതുപോലെ റമദാൻ പടിവാതിൽ എത്തി നിൽക്കുകയാണ്, നമ്മുടെ തൊട്ടടുത്താണ്. അതുകൊണ്ട് നമ്മുടെ മുന്നൊരുക്കം ഇനിയും പിന്നോട്ട് പോകരുത്, അതും നമ്മൾ ശ്രദ്ധിക്കുക. ആരാധനകളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ, രാത്രി നിസ്കാരങ്ങൾ, അതുപോലെ ദുആ, ദിക്ർ ഒക്കെ സൂചിപ്പിച്ചതാണ്. ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല രൂപത്തിൽ റമദാൻ മുതലെടുക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നരകമോചനം നൽകിയ, സ്വർഗം നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ശിഫാ നൽകുമാറാവട്ടെ, സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ബറക്കത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والله تعالى أعلم
وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.